1924 ജൂൺ 14 ജർമ്മനിയിലെ ഓൾഡെ എന്ന ഗ്രാമത്തിൽ പിതാവ് ബെർണാഡ് മോണിങ്മാനും മാതാവ് പൗളയ്ക്കും കൂടി 6 മക്കളിൽ മൂന്നാമത്തെ മകളായി ജനിച്ച് 1924 ജൂൺ 18 ഓൾഡെ ഗ്രാമത്തിൽ സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ പൗള കാതറിൻ എന്ന് സ്നാനമേറ്റു. ചെറുപ്പത്തിൽ തന്നെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കു വേണ്ടി ചെറിയ ത്യാഗങ്ങൾ അർപ്പിക്കുവാനും ജീവിതത്തിലെ അസൗകര്യങ്ങൾ സഹിക്കുവാനും അമ്മ അവരെ പഠിപ്പിച്ചു. ബാല്യത്തിൽ തന്നെ കഷ്ടപ്പെടുന്നവരിലും ദുരിതമനുഭവിക്കുന്നവരിലും പ്രത്യേക ശ്രദ്ധയും സഹതാപവും ഉണ്ടായിരുന്നു. 10ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച പൗള കാതറിൻ 11ാമത്തെ വയസ്സിൽ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. തുടർന്ന് യുവത്വത്തിൽ തന്നെ ഉർസുലിൻ സഭയിൽ ചേർന്ന് ഒരു സന്യാസിനി ആകുവാനും യഥാർത്ഥത്തിൽ തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് നാടും വീടും ഉപേക്ഷിച്ച് കേരള കരയിലെ കണ്ണൂർ രൂപതയിലെ തളിപ്പറമ്പ് ദേശത്ത് വന്നു. തൻ്റെ മനസ്സിൽ ഉദിച്ച പട്ടുവം പാറയും കള്ളിമുൾ ചെടികളും നിറഞ്ഞ പ്രദേശം തിരഞ്ഞെടുത്തുകൊണ്ട് ദീനസേവന സഭയ്ക്ക് രൂപം നൽകുകയും മദർ പേത്രയുടെ ജീവിതശൈലിയും പ്രാർത്ഥനാ ചൈതന്യവും രോഗികളിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും ക്ഷയരോഗികളിലും കുഷ്ഠരോഗികളിലും യേശുവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കഠിന പ്രയത്നത്തിലും നിരന്തരമായ പ്രാർത്ഥനയിലും യേശുവിനെ പോലെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ദൈവദാസി മദർ പേത്ര ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ദീനസേവന സഭാ സന്യാസിനികളിലൂടെ ഇന്നും ജീവിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സഹോദരിമാർ, സുബോധമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടവർ, കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെടുത്തിയവർ, പല സഹോദരിമാരെയും ഭർത്താക്കന്മാർ ഉപേക്ഷിക്കപ്പെട്ട് ജീവിക്കാൻ വകയില്ലാത്തവർ, സാമ്പത്തികമായും വഞ്ചിക്കപ്പെട്ടവർ, 90-ൽ പരം സഹോദരിമാരെ പരിപാലിക്കുന്ന CMC സിസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം രൂപതയിലെ പോത്തങ്കോട് ഈ കരുണാലയത്തിലെ വിശേഷങ്ങളുമായി നിത്യസാന്ത്വനത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ വളരെയേറെ സന്തോഷത്തോടു കൂടെയാണ് ആയിരിക്കുക. മലങ്കര കത്തോലിക്ക സഭയിൽ ജോസഫ് കുഴിഞ്ഞാലിൽ അച്ഛൻ്റെയും മദർ മേരി കല്ലറങ്ങാട്ടിൻ്റെയും നേതൃത്വത്തിൽ മേരി മക്കൾ സന്യാസ സമൂഹം രൂപം കൊള്ളുമ്പോൾ അവർ ഏറ്റെടുത്ത വലിയ ഒരു ദൗത്യമാണ് അനാഥർക്ക് ആലംബമായി തീരുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി ഈ പോത്തങ്കോട് കരുണാലയത്തിൽ അനേക അമ്മമാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ സ്ഥാപനം ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നു.
നിത്യസഹായമാതേ, പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി. നിൻമക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നീന്താ കേഴുന്നമ്മേ. എൻ്റെ പേര് സിസ്റ്റർ ജോബി മരിയ ഡി എം. ഞാൻ ഡോട്ടേഴ്സ് ഓഫ് മേരി സന്യാസിനി സമൂഹത്തിൻ്റെ സെൻറ്റ് മേരീസ് പ്രോവിൻസിൻ്റെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നു. സീറോ മലങ്കര കത്തോലിക്ക സഭയിലെ തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രാപ്പോളിത്തൻ ആർച്ച് ബിഷപ്പായിരുന്ന പുനരേക്യ ശില്പിയുമായിരുന്ന ധന്യൻ മാറിവാനിയോസ് പിതാവിൻ്റെ രക്ഷാകർതൃത്വത്തിലും അനുഗ്രഹാശിസ്സുകളോടും കൂടെ ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാനും ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഐക്യം പരിപോഷിപ്പിക്കുവാനുമായി സീറോ മലങ്കര സഭയിൽ 1938 മാർത്താണ്ഡത്ത് സ്ഥാപിതമായതാണ് മേരിമക്കൾ സന്യാസിനി സമൂഹം. മേരിമക്കൾ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകൻ മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിലും സഹസ്ഥാപക മദർ മേരി കല്ലറയ്ക്കലുമാണ്. ദൈവരാജ്യത്തിനു വേണ്ടി നിർമ്മലനും ദരിദ്രനുമായി മനുഷ്യാവതാരം ചെയ്ത വചനത്തിൻ്റെ ഉപാസകരും സാക്ഷികളും പ്രഘോഷകരുമാകുവാൻ ഓരോ മേരിമകളും വിളിക്കപ്പെട്ടിരിക്കുന്നു. സഭയുടെ ആവശ്യങ്ങൾക്കനുസൃതം കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് സമൂഹ സ്ഥാപകനായ മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിൻ്റെയും മദർ മേരി കല്ലറയ്ക്കലിൻ്റെയും ഈ മിഷണറി ചൈതന്യം എന്നും പരിപോഷിപ്പിക്കുവാൻ മേരി മക്കൾ എക്കാലവും ശ്രദ്ധിക്കുന്നു. ഞാൻ ഡോക്ടർ ജാക്കുൽ നെസൽ, പോത്തങ്കോട് ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലെ സീനിയർ മെഡിക്കൽ ഓഫീസറും അവിടുത്തെ ചാർജ് മെഡിക്കൽ ഓഫീസറുമാണ്. 2022 ഞാൻ സ്ഥലമാറ്റം ലഭിച്ച പോത്തങ്കോട് ആശുപത്രിയിൽ വരുന്നത്. ആ സമയം മുതൽ ഞങ്ങൾക്ക് കരുണാലയം ഈ മാനസികാരോഗ്യ കേന്ദ്രവുമായിട്ട് ഞങ്ങൾ ഒരു കൺസൾട്ടേഷൻ സ്ഥിരമായി എല്ലാ മാസത്തെ 2ാമത്തെ വ്യാഴാഴ്ച ഞങ്ങൾ കൺസൾട്ടേഷൻ നൽകാറുണ്ട്. അപ്പോൾ ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഞങ്ങളുടെ വകുപ്പിൽ നിന്ന്, അതായത് ഭാരതീയ ചികിത്സാ വകുപ്പിൽ നിന്നും ഞങ്ങൾക്ക് സന്ദർശനം, ഇവർക്ക് ഒരു കൺസൾട്ടേഷൻ നൽകണമെന്ന് ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് വകുപ്പ് തലത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാപനമാണ് ഈ കരുണാലയം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വരുന്നതും ഈ രോഗികളെ സന്ദർശിക്കുന്നതും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ നേരിട്ട് വിലയിരുത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ആയുർവേദ മരുന്നുകൾ ലഭ്യമാക്കുന്നതും. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പദ്ധതികളൊന്നും തന്നെ കരുണാലയവുമായിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ രോഗികളുടെ രോഗാവസ്ഥയും അവരുടെ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് 24-25 സാമ്പത്തിക വർഷത്തിൽ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത്, പോത്തങ്കോട് ഗ്രാമപഞ്ചായത്ത് കരുണാലയത്തിനായിട്ട് ഞങ്ങൾക്ക് സ്പെഷ്യൽ പ്രോജക്റ്റ് അനുവദിക്കുകയും ഞങ്ങൾ 1 ലക്ഷം രൂപയുള്ള മരുന്ന് കരുണാലയത്തിലെ രോഗികൾക്കായിട്ട് തന്നെ ഞങ്ങൾ വാങ്ങുകയും ഇവിടെ വന്ന് കൺസൾട്ടേഷൻ നടത്തി അവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കരുണാലയം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ പോത്തങ്കോട് എന്ന സ്ഥാപനം ഈ ഭവനത്തിലായിട്ട് ഏകദേശം 24-25 വർഷത്തോളമായി. ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവമഹത്വം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഡോട്ടേഴ്സ് ഓഫ് മേരി സന്യാസിനി സമൂഹത്തിലെ സമൂഹാംഗങ്ങൾ തുടങ്ങിയ ഈ സ്ഥാപനം ഇന്നും 97 താമസക്കാരുമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. 11 സ്റ്റാഫും 5 സിസ്റ്റേഴ്സും ഒപ്പം തന്നെ 97 അന്തേവാസികളും ഈ ഭവനത്തിൽ താമസിച്ചു വരുന്നു. ഈ ഭവനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ
ഇവിടെയുള്ളവർ ഗവൺമെൻറ്റിൽ നിന്ന് ദുർബല ജനവിഭാഗ പദ്ധതി പ്രകാരം ഈ സ്ഥാപനത്തിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ളതും, ഒപ്പം തന്നെ അനാഥർ, ജനറൽ ഹോസ്പിറ്റലിൻ്റെ 9-ാം വാർഡിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്നവർ, പേരൂർക്കട മെൻ്റൽ ഹെൽത്ത് സെൻറ്റർ രോഗം ഭേദമായി കൊണ്ടുപോകുവാൻ ഇല്ലാത്തവരും, റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പോലീസുകാർ കൊണ്ടുവരുന്നവരുമാണ്. ഇതിൻ്റെ അകത്ത് ഈ സ്ഥാപനത്തിൽ താമസിക്കുന്നവർ തന്നെയാണ് ഏകദേശം ഇവിടെയുള്ള എല്ലാ ജോലികളും ചെയ്തു വരുന്നത്. ഇവിടെ റോസറി മേക്കിങ്, ചവിട്ടി നിർമ്മാണം, ക്യാൻഡിൽ മേക്കിങ്, പശു, കോഴി, മുയൽ തുടങ്ങിയവയുടെ സംരക്ഷണം, വളർത്തൽ, ഒപ്പം തന്നെ ഈ ഭവനത്തിലുള്ള എല്ലാ ജോലികളും ഇവർ കൃത്യമായി ചെയ്തു വരുന്നു. എൻ്റെ പേര് സൗദാമിനി അമ്മയാണ്. എൻ്റെ സ്വന്തം സ്ഥലം തമിഴ്നാട് തക്കലയായിരുന്നു. അവിടെ നിന്ന് കൊച്ചിലെ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വളർന്ന് പഠിച്ച് ചെറിയ ഒരു ജോലി ഉണ്ടായിരുന്നു മെഡിസിൻ ഫാക്ടറിയിൽ. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നിടത്ത് എൻ്റെ അച്ഛനും അമ്മയും അങ്ങ് മരിച്ചു. ഞാൻ യാദർച്ഛ്യമായിട്ട് വീഴുന്ന് എൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടി കമ്പി ഇട്ടു. എന്നെ നോക്കാൻ ആരുമില്ല. ഞാൻ ഈ പാപ്പനംകോട്ടൊരു വീട്ടിലായിരുന്നു, അവർക്ക് സൗകര്യമില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ മോളെ വിളിച്ചുകൊണ്ടെന്ന് മെഡിക്കൽ കോളേജിലിരുത്തി എല്ലാം കഴിഞ്ഞ് അവർ എന്നെ കൊണ്ടുപോയി. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വസ്തുക്കളെല്ലാം ഞാൻ എഴുതി കൊടുത്തു, പണവും എല്ലാം കൊടുത്തു. അവസാനം അവർക്ക് നോക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ കളക്ടർക്ക് പേപ്പർ കൊടുത്ത് ഇവിടെ വന്ന് എന്നെ ബ്ലെസ്സിങ് സിസ്റ്റർ സ്വന്തം അമ്മയെപ്പോലെ എന്നോട് പെരുമാറി. എനിക്ക് ഈശോയുടെ ഇതൊന്നും അറിഞ്ഞൂടായിരുന്നു. ഇവിടെ വന്ന് പഠിച്ച് ഇപ്പം ഞാൻ ഈശോയുടെ എല്ലാ പാട്ടും പാടും. ഞങ്ങൾ രാവിലെ 9 മണിക്ക് ഞങ്ങൾ 2-3 പേര് കയറി തിരുവോസ്തി തുറക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനയും പറഞ്ഞ് 12:30 വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. അങ്ങനെ എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും സഹായവും അനുഗ്രഹവും കൊണ്ട് എനിക്കൊരു പെൻഷനുണ്ട്, അത് വാങ്ങിക്കാൻ പോകും. അങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഇവരുടെ എല്ലാം സ്നേഹത്തിൻ്റെ പുറത്താണ് ഒരു വിഷമം അറിയാതെ കഴിയുന്നത്. എനിക്കെന്തെങ്കിലും വന്നാലും ഇവരൊക്കെ ഉള്ളൂ. ഇപ്പം തന്നെ കുറേ രൂപ അവർക്കായിട്ടുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോയതും എടുത്തതും എല്ലാം എൻ്റെ സിസ്റ്റേഴ്സുമാരാണ് അതെല്ലാം ചെയ്യുന്നത്. എൻ്റെ പേര് ജൂലി തോമസ് എന്നാണ്. ഞാനിവിടെ കരുണാലയത്തിൽ 97ഓളം അമ്മമാരെ നോക്കുന്ന ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനൊരു ലാബ് ടെക്നീഷ്യനും കൂടിയാണ്. ഇവിടെ വന്നതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ, നല്ല രീതിയിൽ എല്ലാവരെയും ശുശ്രൂഷിക്കുവാനും നല്ല രീതിയിൽ എല്ലാവർക്കും എൻ്റേതായിട്ടുള്ള സേവനങ്ങൾ കാഴ്ചവെക്കുവാനും എനിക്ക് കഴിഞ്ഞു. അതിൽ ഒരുപാട് ആത്മസംതൃപ്തി കൊള്ളുന്നവളാണ് ഞാൻ. ഇവിടുത്തെ അമ്മമാരോടൊപ്പം ചിലവഴിക്കുമ്പോൾ വിശുദ്ധ മദർ തെരേസയെ പോലെ അത്രയൊന്നും ആകാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ഒരു നിഴൽ പോലെ ശുശ്രൂഷ ചെയ്യപ്പെടുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോരുത്തരുടെ അനുഭവങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനും അവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ കയറി ചെന്ന് അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരുവാനും അവരുടെ മുറിവുകളൊക്കെ വെച്ച് കെട്ടുമ്പോഴും ഒക്കെയും ഈശോനാഥൻ കൂടെ ഉള്ളതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പുണ്യം ചെയ്തതുപോലെയാണ് ഞാനിവിടെ വന്നു ചേർന്നത്. ഇവിടുത്തെ സിസ്റ്റേഴ്സിനൊപ്പവും സിസ്റ്റർ ബ്ലെസ്സി സിസ്റ്റർ അമ്മയും സിസ്റ്റർ രമ്യ സിസ്റ്റർ അമ്മയും ആണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പം എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും മുന്നോട്ടും എല്ലാവരെയും ഇതുപോലെ നല്ലതായിട്ട് നോക്കുവാനും എനിക്ക് കഴിയണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
പമ്പാ നദിയിലെ പൊന്നിന് പോകും പവിഴവലക്കാരാ വലക്കാരാ വലക്കാരാ നിൻ തളിർവല താഴും താഴക്കടവിൽ നിൻ തളിർവല താഴും താഴക്കടവിൽ താലി കെട്ടാത്ത മീനുണ്ടോ പൂ 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 പോലൊരു മീനുണ്ടോ പൂ 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 പോലൊരു മീനുണ്ടോ. എൻ്റെ പേര് സിസ്റ്റർ രമ്യ തെരേസ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം എന്നെ തിരഞ്ഞെടുത്ത് ദൈവവിളി എന്ന മഹാദാനം നൽകി മലങ്കര സഭയിൽ സ്ഥാപിതമായ ഈ മേരിമക്കൾ സന്യാസ സമൂഹത്തിൽ ഒരു സിസ്റ്ററായി ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് ഞാൻ ഭാഗ്യമായി കരുതുകയാണ്. 26 വർഷത്തെ വിദ്യാഭ്യാസ സേവനത്തിന് ശേഷം റിട്ടയർഡായി ഞാൻ ഈ ഭവനത്തിൽ, ഈ പോത്തങ്കോട് ഭവനത്തിൽ 1 വർഷം മാത്രമേ ആകുന്നുള്ളൂ. ഇവിടെ സുപ്പീരിയറായി ഞാൻ സേവനമനുഷ്ഠിക്കുന്നു. കോൺവെൻറ്റിനോട് ചേർന്നുള്ള ഈ കരുണാലയത്തിൽ ഈ അമ്മമാരോടൊപ്പം ആയിരിക്കുന്ന ആ ധന്യ നിമിഷം ഞാൻ വലിയ ഭാഗ്യമായി കരുതുകയാണ്. കാരണം പലപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിൽ പലരും ഇവിടെ വന്ന് ഇവരെ കാണുകയും ഇവരോട് സംവദിക്കുകയും ഇവരോട് കരുണ കാണിക്കുകയും ഇവരുടെ ഇടയിലായിരിക്കുകയും ചെയ്യുക എന്നത് അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഓരോ അമ്മമാരോടും സംസാരിക്കുമ്പോൾ അവരിലെ ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ഞങ്ങളുടെ സഭ സ്ഥാപകയായ മദർ മേരി കല്ലറയ്ക്കലിൻ്റെയും കാഴ്ചപ്പാട് അതുതന്നെയായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത് മദറിൻ്റെ വലിയൊരു കാഴ്ചപ്പാടായിരുന്നു. ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ വലിയ അനുഭവം എന്ന് പറയുന്നത് അവരുടെ ഹൃദയം മുഴുവനും അവരുടെ കുടുംബത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ, അവരെ കുടുംബത്തിൽ ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയിൽ നമ്മൾ അവരെ ചേർത്ത് നിർത്തി അവരോട് സ്നേഹം പങ്കിടുമ്പോൾ അവർക്കുണ്ടാകുന്ന ആനന്ദം, സന്തോഷം, അല്ലെങ്കിൽ അമ്മയെന്ന് വിളിച്ചുകൊണ്ടും ചേച്ചി എന്ന് വിളിച്ചുകൊണ്ടും അനുജത്തി എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവരെ സമീപിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ സന്തോഷം, അവരുടെ മുഖത്ത് വിരിയുന്ന ആ പുഞ്ചിരി എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും പലപ്പോഴും സന്തോഷം നിറയാറുണ്ട്. എൻ്റെ പേര് രമ്യ. ഞാനിവിടെ ഒരു 1.5 വർഷമായിട്ട് ഇവരുടെ പല കാര്യങ്ങളും നോക്കാനായിട്ട് വരികയാണ്. അപ്പോൾ ആ സമയത്താണ് ഇവർക്ക് കമ്പ്യൂട്ടർ പഠിക്കാനൊരു താല്പര്യമുണ്ടാകുന്നു. പഠിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ ഇവരുടെ മെമ്മറിയിൽ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ്. വീണ്ടും അവർക്കത് പഠിക്കണമെന്ന ആഗ്രഹത്തോടെ വരികയും നമ്മളത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഒരു കാര്യം 1-2 പ്രാവശ്യം പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് കൃത്യമായി അത് മനസ്സിലാവുകയും അതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. പല ബാച്ചായിട്ടാണ്, പല സമയങ്ങളിലായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. രാവിലെ 10 മണി മുതൽ ആരംഭിക്കുന്ന ക്ലാസ് വൈകുന്നേരം 5 മണി വരെ ഉണ്ട്. 2 മണിക്കൂർ ഇടവിട്ടാണ് ഓരോ ബാച്ചായിട്ട് എടുക്കുന്നത്. ഒരു സമയം ഒരു 4-5 പേര് അടങ്ങുന്ന ഒരു ബാച്ചാണ് പഠിക്കാനായിട്ടുള്ളത്. അത്യാവശ്യം നല്ല അവർക്ക് ഇൻട്രസ്റ്റോടു കൂടി അവർ പഠിക്കാനിരിക്കുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങളും, പല ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതിനും പടം വരയ്ക്കുന്നതിനും മൗസ് ഉപയോഗിച്ച് പടം വരയ്ക്കുന്നതിനൊക്കെ കഴിവുള്ളവരാണ്. അതുപോലെ പല കാര്യങ്ങളും IT മേഖലയിൽ വർക്ക് ചെയ്തിരുന്നവർ വരെ ഇവിടെ ഉണ്ട്. ഇദ്ദേഹം IT മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പം ആ ഒരു അസുഖം വന്നതിന് ശേഷം കുറച്ച് ലോസായി പോയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിനോട് കുറേ കൂടി താല്പര്യം തോന്നി ഇരിക്കുന്ന ആളാണ്. എൻ്റെ പേര് ഡോക്ടർ സതീഷ് എന്നാണ്. ഞാൻ 2017 ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. സിവിൽ സർജനായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഹെൽത്ത് സർവീസിലായിരുന്നു. വിതുര താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. അതിനുശേഷം
ഞാൻ ഇങ്ങനെയുള്ള വോളണ്ടറി ആയിട്ട് എല്ലാ ഓർഫനേജസിലും പോകുന്നുണ്ട്, ഓൾഡ് ഏജ് ഹോംസ്, അവിടെ എല്ലാം ഫ്രീ ആയിട്ട് സർവീസ് കൊടുക്കുന്നുണ്ട്. അതിനുള്ള ഒരു ഉത്തേജകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും പപ്പയും ഗവൺമെൻറ് സർവീസിന് റിട്ടയർ അന്ന് മുതലേ പറഞ്ഞിട്ടുണ്ട്, പേഷ്യൻ്റെ പൈസ വാങ്ങിച്ച് നീ ജീവിക്കരുത്, സെൽഫായിരിക്കണം, ഒരു പൈസ പോലും നീ വാങ്ങിക്കരുത്. അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് വീട്ടിൽ കൺസൾട്ടേഷനോ മറ്റൊന്നുമില്ല. ഞാനും എൻ്റെ വൈഫും വർക്ക് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സമ്പത്ത് കൊണ്ട് തന്നെ ഞങ്ങളുടെ മക്കളെ വളർത്തി. റിട്ടയർ ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള ആതുര സേവനങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഇത് ബ്ലസ്സീസിനെ ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പരിചയപ്പെട്ടു. സിസ്റ്റർ വട്ടിയൂർക്കാവിനടുത്തൊരു ഓർഫനേജിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഓർഫനേജിൽ ഞങ്ങൾ നിത്യം പോയി ആ പിള്ളേരുമായിട്ട് സംസാരിക്കുകയും അവർക്ക് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുകയും അതുപോലെ അവർക്ക് ഭക്ഷണങ്ങൾ നൽകുവാനുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും ചെയ്ത് അന്നു മുതലേ സിസ്റ്ററുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ കീഴിൽ സിസ്റ്റർ എവിടെ പോയാലും ഞങ്ങൾ വിളിക്കാറുണ്ട്. ഞങ്ങൾ മാക്സിമം ഏത് സമയത്ത് വിളിച്ചാലും ഏത് പേഷ്യൻറ്റിന് എന്തൊരു ആവശ്യമാണെങ്കിലും സമയം നോക്കാതെ വന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ട്. തമ്പുരാൻ്റെ ഒരു അനുഗ്രഹം എന്ന് വേണ്ട, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. എൻ്റെ പേര് അനിതകുമാരി എന്നാണ്. ഞാൻ പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിലെ പ്ലാമൂട് വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിലാണ് ഈ 7ാം വാർഡാണ് പ്ലാമൂട്. ഈ വാർഡിലാണ് കരുണാലയം സ്ഥിതി ചെയ്യുന്നത്. 95ഓളം അമ്മമാരാണ് ഇവിടെ താമസിക്കുന്നത്. ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ഒത്തൊരുമയോട് കഴിഞ്ഞുകൂടുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇവിടെ. നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് മാസം തോറും ഓരോ മെഡിക്കൽ ക്യാമ്പുകൾ ഇവിടെ നടത്താറുണ്ട്. ഹോമിയോ, അലോപ്പതി, ആയുർവേദം, അങ്ങനെ ഡോക്ടർമാരിവിടെ വന്ന് അവരെ പരിശോധിച്ച് അവർക്ക് വേണ്ടുന്ന മരുന്നുകളും ചികിത്സയും ഒക്കെ നൽകാറുണ്ട്. പിന്നെ വേങ്ങോട് FHC നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നമുക്കൊരെണ്ണമുണ്ട്. അവിടെ നിന്ന് ഡോക്ടർമാർ വന്ന് അവർക്ക് പരിശോധനയൊക്കെ നടത്തി അവരുടെ ആവശ്യമായ ചികിത്സകളും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ അടുത്ത് നമ്മുടെ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ ആൾക്കാർ ഇവിടെ നമ്മുടെ അമ്മമാർക്ക് ഫുഡൊക്കെ സ്പോൺസർ ചെയ്യാറുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പല രീതിയിലുള്ള അമ്മമാർ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. രാത്രിയിലൊക്കെ സ്ത്രീകളൊക്കെ സ്റ്റേഷനിലെത്താറുണ്ട്. അവരെയൊക്കെ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിന്നും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് അവരെ നമ്മൾ സുരക്ഷിതരായിട്ട് ഇവിടെ എത്തിക്കാറുണ്ട്. ഇവിടെ നമ്മുടെ സിസ്റ്റർമാർ അവരെ നല്ല രീതിയിൽ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ പങ്കുചേരുവാനായിട്ട് എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് ഇവിടെ വന്ന് ബലിയർപ്പിക്കുവാനും ഈ വിശുദ്ധ കുർബാനയിലേക്ക് ഈ അമ്മച്ചിമാരെ വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഒരുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുവഴി ഈ അമ്മച്ചിമാർ എനിക്ക് അവരുടെ സ്നേഹവും വാത്സല്യവും പങ്കുവച്ച് തരുന്നുണ്ട്. ഈശോ പറഞ്ഞതുപോലെ ഈശോയ്ക്ക് വേണ്ടി മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ ഉപേക്ഷിക്കുന്നവർക്ക് അതിൻ്റെ 100 മടങ്ങ് ഇവിടെ വെച്ച് തന്നെ നൽകുമെന്ന് അരുളി ചെയ്ത പൊന്നുതമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയിരിക്കുക. കാരണം 100ഓളം വരുന്ന ഇവിടുത്തെ അന്തേവാസികളായ അമ്മമാർ ആ സ്നേഹവും വാത്സല്യവും ഇന്ന് എനിക്ക് നൽകുന്നുണ്ട്. ആ സ്നേഹമാണ് എന്നെ ഇവിടേക്ക് ആകർഷിക്കുന്നതും ഇവിടെ വന്നുകൊണ്ട് ഇവരോട് കൂടെയായിരിക്കുവാൻ എന്നെ സഹായിക്കുന്നതും ഈ വലിയ സ്നേഹം തന്നെയാണ്.